അപ്പോൾ ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരത്തെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് പകലൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരം ഞാനിതാ ഒരു 5:30 ആകുമ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. ഒരു 5:30 ആയപ്പോൾ കൂട്ടാൻ എന്തെങ്കിലും വെക്കണം വൈകുന്നേരം. അപ്പോൾ നമ്മൾ കൂട്ടാൻ വെക്കാൻ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ തൊട്ടടുത്ത പറമ്പിൽ നിന്ന് തന്നെ നമ്മളെപ്പോഴും പറിക്കാറില്ലേ, ആ ഒരു പറമ്പിൽ പോയിട്ട് കുറച്ച് മുരിങ്ങയില പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വൈകുന്നേരം മുരിങ്ങയില പരിപ്പിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. കുറേ ദിവസമായി നമ്മളിവിടെ മുരിങ്ങയില പരിപ്പ് വെച്ചിട്ട്. അപ്പോൾ കുറേ ആയല്ലോ, അപ്പോൾ കഴിക്കാനും തോന്നിയിട്ട് വയ്യ. അപ്പോൾ എന്തായാലും പിള്ളേർക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനിന്ന് വൈകുന്നേരം മുരിങ്ങയില പരിപ്പിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ മുരിങ്ങയില ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഊരിയെടുക്കുന്നത്. നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ തലപ്പ് ഭാഗത്ത് ആ ഒരു ചെറിയൊരു ഇലയിൽ പിടിച്ചിട്ട് അത് പുറകോട്ടേക്ക് ഇങ്ങനെ വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങോട്ട് വന്നോളും, ഓരോരോ ഇലയായിട്ട് വരും. പിന്നെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ മുരിങ്ങയിലൻ്റെ ഈ ചെറിയ തണ്ടുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ നേരെ അങ്ങോട്ട് കളയാതെ അങ്ങോട്ട് കറി വെച്ച് കഴിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെ ചിലപ്പോൾ വയറിനെ പിടിക്കില്ല, വയറിളക്കം അങ്ങനെയൊക്കെ വരും. മുരിങ്ങയില കഴിച്ചാൽ വയറിളക്കം വരാറുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതാണ് കേട്ടോ കാരണം. അതിൻ്റെ ആ ഒരു തണ്ടൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ഊരിയെടുത്തിട്ടില്ലെങ്കിൽ വയറിളക്കം പിടിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ മുരിങ്ങയിലയൊക്കെ പറിച്ചിട്ടുണ്ട്, നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ കൊണ്ട് വെച്ചിരിക്കാം കേട്ടോ. അപ്പോൾ ചിട്ടിക്കുട്ടി എനിക്ക് വീഡിയോ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് ദിവസം മുമ്പ് നമുക്ക് നെല്ലിക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ. ആ ഒരു പാത്രത്തിൽ ഏട്ടന് പനിയൊക്കെ വന്നപ്പോൾ കുറച്ച് നെല്ലിക്കയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു, അത് ഉപ്പിലിട്ട് വെച്ചതാണ്. അതാണ് കേട്ടോ വീഡിയോയിൽ കണ്ടത്. അങ്ങനെ മുരിങ്ങപ്പരിപ്പ് കറി വെക്കാനായിട്ട് പരിപ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പേര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മല്ലിപ്പൊടിയൊന്നും ഇടാണ്ടാണ് മുരിങ്ങയില കറി വെക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ 1-2 പ്രാവശ്യം എനിക്ക് അതുപോലെ വെച്ച് നോക്കിയിട്ടാണ്, എനിക്കെന്തോ ഇഷ്ടമാവുള്ള. അപ്പോൾ പിന്നെ ഞാനും മല്ലിപ്പൊടി ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ വെക്കണത്. അങ്ങനെ അതെല്ലാം ചേർത്തതിന് ശേഷം ഒരു കുഞ്ഞ് തക്കാളി നല്ലോണം നൈസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സാധാരണ നമ്മൾ മുരിങ്ങപ്പരിപ്പ് കറിക്കും ചീരയ്ക്കൊന്നും തക്കാളി അങ്ങനെ ഇടാറില്ല. കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ മുരിങ്ങപ്പരിപ്പ് കറി വെക്കുമ്പോഴാണ് തോന്നുന്നു നമ്മുടെ സെൽത്താത്തയോ അതോ വഞ്ച ചേച്ചി ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു തക്കാളി കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഒരു കുഞ്ഞ് തക്കാളി എടുത്തിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മുളകും മല്ലിൻ്റെയും മണമൊക്കെ മാറി വരുമ്പോഴേക്കും നമ്മൾ ഇട്ട തക്കാളിൻ്റെയും ഒക്കെ വെന്ത് വരും. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പും മുളകൊക്കെ ഇടുമ്പോൾ തന്നെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളിതാ മുരിങ്ങയില നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിലർ മുരിങ്ങയില പറിച്ചുകൊണ്ട് വന്നതും നമ്മളിങ്ങനെ കഴുകിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം ഊരിയെടുക്കും, മുരിങ്ങയില പറിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കയ്യിലൊക്കെ ചിലപ്പോൾ വെള്ളം നനവായതുകൊണ്ട് തന്നെ ഒട്ടിയിട്ട് നമുക്കത് വൃത്തിക്ക് അങ്ങോട്ട് ഊരിയെടുക്കാനൊക്കെ പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ മുരിങ്ങയിലയൊക്കെ ഇങ്ങനെ ഊരിയെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ പാത്രത്തിലിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും മുരിങ്ങയിലയൊക്കെ എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നിങ്ങനെ തള വന്നാൽ മതി, ഒരുപാട് അങ്ങോട്ട് തിളച്ച് മറിഞ്ഞ് വേവിക്കാനൊന്നും നിൽക്കണ്ട. പെട്ടെന്ന് തന്നെ ഒറ്റ ആവി കൊണ്ടാൽ തന്നെ നമ്മുടെ മുരിങ്ങയില വെന്ത് കിട്ടും. അങ്ങനെ ഞാൻ എന്തായാലും സിമ്മിൽ വെച്ചിട്ടത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടിടുകയാണ് കഴുകാനായിട്ട്. അപ്പോൾ മുരിങ്ങയിലയൊക്കെ നല്ലോണം അങ്ങോട്ട് വെന്ത് നല്ല പരിപ്പും അതേപോലെ നന്നായിട്ട് വെന്ത് ഉടയണം കേട്ടോ, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉപ്പും മുളകിൻ്റെ മണമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആ തേങ്ങ അരപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീരകവും ഇത്തിരി കുരുമുളകും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തതാണ്, അതും കൂടെ ഒഴിച്ച് കൊടുത്തു. പിന്നെ മിക്സിൻ്റെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ ചാറാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല. മുരിങ്ങപ്പരിപ്പ് കറി വയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് കുറുകിയിരിക്കണം കേട്ടോ, എന്നാലാണ് നമ്മുടെ ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ കറിയൊക്കെ നമ്മുടെ തേങ്ങയൊക്കെ ചേർത്ത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നേരം അങ്ങോട്ട് തിളപ്പിക്കണ്ട കേട്ടോ. കുറച്ചൊക്കെ തിളച്ച് വന്നതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വയ്ക്കുക.
ഇത്തിരി മേലെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കടുകൊന്നും പൊട്ടിക്കാറില്ല കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ റൂമിനകത്ത് വന്നാൽ കുറച്ച് പണി ഇതവിടെ ബാക്കിയുണ്ട്. ഇപ്പോൾ 1-2 ദിവസത്തെ തുണികളൊക്കെ ഉണങ്ങിയിട്ട് ഇങ്ങനെ ചെയറിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ ചെയറിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ ഇങ്ങനെ മടിയാണ് കേട്ടോ. പിന്നെ മടക്കി വയ്ക്കാം, പിന്നെ മടക്കി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മൾ കട്ടിലിൻ്റെ മുകളിൽ കൊണ്ടിടുകയാണ് പതിവ്. അപ്പോൾ തന്നെ മടക്കി വയ്ക്കും നമ്മൾ കിടക്കാൻ പോണ മുമ്പ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ചെയറിൻ്റെ മുകളിൽ ഇട്ടിട്ട് അത് കൂമ്പാരം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു തുണികളൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ തുണികളൊക്കെ, ഉണങ്ങിയ തുണികളൊക്കെ അങ്ങോട്ട് മടക്കാനായിട്ട് നിന്നതാണ് ഞാൻ. അപ്പോൾ ഈ ഒരു തുണി മടക്കുന്ന പണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. തുണി അലക്കാനും ഒന്നും വലിയ കുഴപ്പമില്ല. എന്നാലും ഈ തുണി മടക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരു എന്താ പറയുക, ഒരു വെറുപ്പ് പിടിച്ചൊരു പണിയാണ്. ഇതിപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഇത് തന്നെയാണെന്ന് തോന്നുന്നു. മടിയുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ തുണി അലക്കാനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് മടി ഉണ്ടാവില്ല. ഇതിങ്ങനെ മടക്കി എടുത്ത് വെക്കുക എന്നുള്ള ജോലി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മടി പിടിച്ച കാര്യമാണ് അല്ലേ. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിതാ ഓരോരുത്തരുടെയും സെക്ഷനായിട്ട് മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെയും ഏട്ടൻ്റെയും പിള്ളേൻ്റെയും ഒക്കെ ഓരോ സെക്ഷനായിട്ട് മടക്കി വെക്കുകയാണ് കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ അവിടെ കൊണ്ടിട്ട് കൊടുക്കും. അപ്പോൾ അവർ തന്നെ മടക്കി വയ്ക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ തന്നെ മടക്കിയിട്ട് അവൻ്റെ റൂമിൽ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ തുണികളെല്ലാം മടക്കി എടുത്ത് വെച്ചു, അലമാറിൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നെ അടുത്തത് നമ്മുടെ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിടുകയാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ നമ്മൾ ഉള്ളൊക്കെ അടിച്ച് വാരി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വന്നിട്ട് ഒന്ന് കുടഞ്ഞ് ഒക്കെ വിരിച്ചിടും കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഒന്നിങ്ങനെ കിടക്കണമല്ലോ, അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി ഇടും. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് അതൊക്കെ ആകെ അങ്ങോട്ട് മുഷിഞ്ഞിട്ടുണ്ടാവും. മുഷിയാന്ന് പറഞ്ഞാൽ അവിടേക്കും ഇവിടേക്കൊക്കെ മാറി കിടക്കുന്നുണ്ടാവും. അപ്പോൾ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ അങ്ങോട്ട് വിരിച്ചിടും കേട്ടോ. അപ്പോൾ ഈ ഒരു തലയാണി ഉറ വന്നിട്ട് കുട്ടികളുടെ പഴയ യൂണിഫോം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ഞാൻ അടിച്ചതാണ് കേട്ടോ. പോളിസ്റ്ററിൻ്റെ തുണി, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളെ ബെഡൊക്കെ മടക്കി വെച്ചതിന് ശേഷം അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. എനിക്കിവിടെ വന്നിരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെയാണ് ഇഷ്ടം. വേറെ എവിടെ ഇരുന്നാലും എനിക്ക് പറ്റില്ല കേട്ടോ. ആ സൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആവില്ല, അല്ലെങ്കിൽ എനിക്കെന്തോ പറഞ്ഞാലും അങ്ങോട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ റൂമൊക്കെ ഒന്നിങ്ങനെ വൃത്തിയാക്കി ഇട്ടതിന് ശേഷം തലകാണിയും പുതപ്പും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചാരി കിടന്നിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതുപോലെ ഇരുന്നിട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നതെന്ന് മാത്രം. ഞാനിങ്ങനെയാണ് എൻ്റെ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ മടക്കി വെച്ച് ബെഡും ഒന്ന് കുടഞ്ഞിട്ടതിന് ശേഷം ഞാനിതാ അടുക്കളയിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞു കേട്ടോ. കാരണം ഇന്ന് മുരിങ്ങപ്പരിപ്പ് കറി ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഉപ്പേരി വെക്കാനും ഒന്നുമില്ല കേട്ടോ, പച്ചക്കറികളൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ ഇത്തിരി പച്ചക്കറിയും കുറച്ച് സാധനങ്ങളും പിന്നെ മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ മുട്ട പൊരിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് മുട്ടയ്ക്ക് ഇങ്ങനെ ഒരു നല്ലൊരു കളർ കിട്ടുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ മുട്ട കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ ഞാനത് എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ ഞങ്ങളിതാ ചൂട്ടോടെ അങ്ങോട്ട്, അപ്പോൾ എന്തായാലും ചൂട്ടോടെ കഴിക്കാമെന്ന് വിചാരിച്ച അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ചു. ഇനിയിപ്പോൾ പിള്ളേർക്കും ചോറ് കൊടുത്ത് ഞാനും കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വോയിസ് ഓവർ കൊടുത്തത് ഞാൻ സെറ്റിയിൽ ഇരുന്നിട്ടാണ്. രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കിടന്നു. അപ്പോൾ എനിക്ക് റൂമിലൊന്നും പോയി ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനിവിടെ സെറ്റിയിൽ ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. കാരണം രാത്രി ഇത് അപ്ലോഡ് ചെയ്യാനിടണ്ടേ, അല്ലെങ്കിൽ പിന്നെ നാളെ വീഡിയോ ഇടാൻ ഉണ്ടാവില്ല. രാവിലെ എണിച്ചിട്ട് ഇതെല്ലാം ചെയ്ത് അപ്ലോഡ് ആക്കാനിട്ട വീഡിയോ അങ്ങോട്ട് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു വോയിസ് ഓവർ ഞാൻ നമ്മുടെ TV വെച്ച ആ റൂമിൽ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു സൗണ്ടിനൊക്കെ എപ്പോഴും കേൾക്കുന്നതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ പൊരിച്ചു, മുരിങ്ങപ്പരിപ്പും തക്കാളിയൊക്കെ ഇട്ട് കറി വെച്ചതും പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കഴിച്ച പാത്രങ്ങളും കുറച്ച് നമ്മൾ കറി വയ്ക്കുമ്പോഴൊക്കെ എടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ,
അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വിടണം. പിന്നെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ടില്ല. ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയും അടുക്കളയുടെ തിണ്ട് ഭാഗം മാത്രം ഞാൻ രാത്രി തുടച്ചിടാമെന്ന് വിചാരിച്ചു. പകലൊക്കെ തുടയ്ക്കുന്ന സമയത്ത് താഴ്ഭാഗമൊക്കെ തുടച്ച് വിടും കേട്ടോ. ചിലപ്പോൾ പിന്നെ എനിക്ക് തോന്നണം രാത്രിയൊക്കെ തോന്നിയാൽ മാത്രം ഞാൻ താഴെയൊക്കെ തുടയ്ക്കും. അല്ലെങ്കിൽ പിന്നെ തിണ്ടും ഒക്കെ തുടച്ച് ഗ്യാസ് അടുപ്പൊക്കെ തുടച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് അങ്ങനെ പോയി കിടക്കുകയാണ് കേട്ടോ പതിവ്. ഇന്നിപ്പോൾ താഴ്ഭാഗമൊന്നും തുടയ്ക്കുന്നില്ല. നമ്മളെ ഗ്യാസ് വെച്ച അവിടെയും ഈ ഒരു പാത്രങ്ങളൊക്കെ വെക്കുന്ന ആ ഭാഗത്തൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റ് വെച്ചാൽ വരുമ്പോൾ ഒരു എന്താ പറയുക, ഇത് മുഷിഞ്ഞ് കിടക്കണ കാണുമ്പോൾ ഒരു ഇതല്ലേ, ബുദ്ധിമുട്ടല്ലേ, വരുമ്പോൾ തന്നെ ആകെ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് കിടന്നാൽ നല്ലതാണല്ലോ. അപ്പോൾ ചില സമയങ്ങളിൽ വയ്യാന്ന് തോന്നുന്ന സമയത്ത് ഞാൻ അങ്ങനെ വെറുതെ അടിച്ചു വിട്ട് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോകാറാണ് കേട്ടോ പതിവ്. അപ്പോൾ നമ്മുടെ ഷീബ ചേച്ചി എപ്പോഴും പറയും എത്ര വയ്യെങ്കിലും അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ട് വേണം പോയി കിടന്നുറങ്ങാൻ, എന്നാലേ നല്ലത് ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഷീബ ചേച്ചി എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ മടി പിടിച്ചിട്ട് അങ്ങനെ പോകാറുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷമാണ് പോയി കിടക്കാറുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് തിണ്ടും ഇതൊക്കെ തുടച്ചിട്ടിട്ട് പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ അടുക്കളയൊക്കെ ഇതാ തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ തുടച്ച് ഇതാ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ തിണ്ടിലൊക്കെ കറുപ്പ് കളറിലുള്ള പെയിൻ്റൊക്കെ അടിച്ചതാണ്, അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പഴയ പടി തന്നെ ആവുമെന്നാണ് തോന്നുന്നത്. തുടയ്ക്കുമ്പോഴൊക്കെ ഇത്തിരി കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നരച്ച പോലെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും പെയിൻ്റൊക്കെ അങ്ങനെ ഇളകി പോകുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ട് നമുക്ക് തുടയ്ക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാനിത് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ ഏട്ടൻ വരുമ്പോൾ ഇത്തിരി പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 1-2 സാധനങ്ങളൊക്കെ തീർന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വരുമ്പോൾ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ എന്തായാലും ഇത്തിരി വെണ്ടയ്ക്കായും പിന്നെ കുട്ടികൾക്ക് കഴിക്കാനുള്ള തിന്നാനും പഞ്ചസാരയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് ഡപ്പിയിലേക്ക് കൊട്ടി വയ്ക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാവിലെ എണീറ്റിട്ട് ചായ ഇടുന്ന നേരത്ത് ഇതിനൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒന്ന് പാത്രത്തിലാക്കി വെച്ച് വെണ്ടയ്ക്കായൊക്കെ ഇത്തിരി അഴുക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ രാത്രിത്തെ പണികളൊക്കെ തീർന്നു, അടുക്കള പണിയൊക്കെ തീർന്നു. ഇനിയിപ്പോൾ എന്തായാലും സമാധാനമായിട്ട് കിടന്നുറങ്ങാനായിട്ട് പോവാട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കലൊക്കെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെണ്ടയ്ക്കായും കൂടെ ഉണ്ട്, അതെല്ലാം ഒന്ന് കഴുകി ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ചാൽ ഇന്നത്തെ അടുക്കള പണിയൊക്കെ ഏകദേശം അങ്ങോട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഈ എടുത്ത വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ ഉറങ്ങാനായിട്ട് പോവുള്ളൂ കേട്ടോ. അതിനും കുറേ സമയം വേണം. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.